ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഫ്യൂൽ സിസ്റ്റത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിൻ്റെ ഫ്യൂൽ സിസ്റ്റവും നമ്മൾ പഠിക്കും, ഡീസൽ എഞ്ചിനിലെ ഫ്യൂൽ സിസ്റ്റവും നമ്മൾ പഠിക്കും. ഈ ഫ്യൂൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്യൂൽ, അതായത് പെട്രോൾ എഞ്ചിനിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിൽ ഡീസൽ. ഈ ഫ്യൂൽ ഏതൊക്കെ കമ്പോണൻറ്റിലൂടെ കയറിയാണ് ഈ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തെത്തുന്നത്, അതിനെയാണ് ഫ്യൂൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ കമ്പോണൻറ്റിലൂടെ കയറിയാണ്, ആരോസ് കാണിച്ചിട്ടുണ്ട്, ഏതൊക്കെ കമ്പോണൻറ്റിലൂടെ കയറിയാണ് അവസാനം എഞ്ചിൻ സിലിണ്ടറിൽ എത്തുന്നത് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെയാണ് ഫ്യൂൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതും 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയില്ല. സാധാരണ 4 or 5 മാർക്സിന് ഇത് ചോദിക്കത്തുള്ളൂ. ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായും ഈ ബ്ലോക്ക് ഡയഗ്രാമൊക്കെ വരച്ച് വേണം നമ്മൾ അതിലുള്ള കമ്പോണൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സിമ്പിൾ സെൻറ്റൻസിൽ എഴുതാവുന്നതേ ഉള്ളൂ. ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്രോൾ എഞ്ചിൻ്റെ ഫ്യൂൽ സിസ്റ്റത്തെ പറ്റി നോക്കാം. അപ്പോൾ ഈ പെട്രോൾ എഞ്ചിനിൽ ഒരു സ്റ്റോറേജ് ടാങ്ക്, ഫ്യൂവലിൻ്റെ ടാങ്ക് കാണും. അതിൽ നിന്ന് നേരെ കാർബറേറ്ററിലോട്ട് ഫ്യൂൽ എത്തണം. നമുക്കറിയാം ബൈക്കിൻ്റെ കേസിലാണെങ്കിൽ ഫ്യൂൽ ടാങ്ക്, കാർബറേറ്റർ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബൈക്കിൻ്റെ കാർബറേറ്ററിൻ്റെ പൊസിഷനൊക്കെ കാണിച്ചായിരുന്നു. അത് ആക്ച്വലി ഫ്യൂൽ ടാങ്കിനേക്കാളും താഴെയാണ്. അങ്ങനെ ഫ്യൂൽ ടാങ്ക് മുകളിലാണ് എങ്കിൽ, കാർബറേറ്ററിൻ്റെ ആ ഒരു ലെവലിൽ നിന്നും മുകളിലാണ് ഫ്യൂൽ ടാങ്ക് വച്ചിരിക്കുന്നത് എങ്കിൽ ഗ്രാവിറ്റി മൂലം ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂൽ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലോട്ട് ഫ്യൂൽ എത്തിക്കോളും. പക്ഷേ ബൈക്കിലാണ് സാധാരണ അങ്ങനെ വരുന്നത്. ഫ്യൂൽ ടാങ്ക് കാർബറേറ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റിനേക്കാളും മുകളിലായിരിക്കും ഫ്യൂൽ ടാങ്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ കാറിലും അല്ലെങ്കിൽ കാറും മറ്റ് വെഹിക്കിൾസിലൊക്കെ ആണെങ്കിൽ ഈ ഫ്യൂൽ ടാങ്കിനേക്കാളും താഴെയാണ് കാർബറേറ്റർ വരേണ്ടത് എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പം ഫ്യൂൽ ടാങ്കിനേക്കാളും മുകളിലത്തെ ലെവലിലായിരിക്കും കാർബറേറ്റർ എന്ന് പറയുന്ന കമ്പോണൻ്റൊക്കെ വരുന്നത്. മിക്കവാറും കേസിൽ അങ്ങനെ തന്നെ ആയിരിക്കും. കാർബറേറ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് സാധാരണ ഫ്യൂൽ ടാങ്കിനേക്കാളും മുകളിലത്തെ ലെവലിലായിരിക്കും എത്തുന്നത്. അപ്പോൾ ആ കേസിലാണെങ്കിൽ ഗ്രാവിറ്റി മൂലം ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂൽ ടാങ്കിൽ നിന്ന് പെട്രോൾ നേരെ കാർബറേറ്ററിലോട്ട് എത്തത്തില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ചെറിയൊരു ഫ്യൂൽ പമ്പ് ഉപയോഗിക്കും. ആ ഫ്യൂൽ പമ്പ് ഉപയോഗിച്ചാണ് ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലോട്ട് ഫ്യൂവലിനെ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ ചേർത്താണ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാറിൻ്റെ കേസാണെന്ന് കരുതിയാൽ മതി. എന്നാൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പം സ്റ്റോറേജ് ടാങ്കിൽ നിന്ന്, ഫ്യൂൽ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന്, അതായത് പെട്രോൾ ടാങ്കിൽ നിന്ന് പെട്രോൾ നേരെ ഒരു ഫ്യൂൽ പമ്പിലെത്തും. അത് ഗ്രാവിറ്റി മൂലം ഓട്ടോമാറ്റിക്കായിട്ട് എത്തിക്കുള്ളൂ. ആ ടാങ്കിനെക്കാളും താഴെയായിരിക്കും ഈ ഫ്യൂൽ പമ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പെട്രോൾ എത്തിക്കുമല്ലോ. ആ ഫ്യൂൽ പമ്പ് ഉപയോഗിച്ച് അതിനെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ആണ് കാർബറേറ്ററിലോട്ട് എത്തിക്കുന്നത്. ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് ഉപയോഗിച്ച് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കുറച്ച് ഹൈ പ്രഷറിലോട്ടായിരിക്കും നേരെ കാർബറേറ്ററിലോട്ട് ഫ്യൂൽ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫ്യൂൽ പമ്പിൽ നിന്ന് കാർബറേറ്ററിലോട്ട് എത്തിക്കുന്ന ആ ഒരു പാത്തിലാണ് ഒരു ഫ്യൂൽ ഫിൽറ്ററും കൂടെ വച്ചിരിക്കുന്നത്. അപ്പം സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് പെട്രോൾ നേരെ ഫ്യൂൽ പമ്പിലെത്തുന്നു. ആ ഫ്യൂൽ പമ്പിൽ നിന്നും അത് ഫ്യൂലിനെ പെട്രോളിനെ പമ്പ് ചെയ്ത് ഫിൽറ്റർ വഴി കാർബറേറ്ററിലോട്ട് പെട്രോളിനെ എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു ഫ്യൂലിനെ ഫിൽറ്റർ ചെയ്യാനായിട്ടുള്ള ഫ്യൂൽ ഫിൽറ്ററാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ഫോട്ടോയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ചെറിയൊരു കമ്പോണൻ്റാണ് ഫ്യൂലിനെ ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള ചെറിയൊരു ഡിവൈസാണ്. അതിൻ്റെ ഫോട്ടോയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അതിനെയാണ് ഫ്യൂൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പം സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് ഫ്യൂൽ പമ്പ് വഴി നേരെ ഫ്യൂൽ ഫിൽറ്ററിലോട്ട് എത്തുന്നു. അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് ഫ്യൂൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ പെട്രോളിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ ചെറിയ പാർട്ടിക്കിൾസ്, സോൾട്ട് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫ്യൂൽ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പം അതുവഴി ഒന്ന് ഫിൽറ്റർ ചെയ്ത്, അതായത് പ്യൂരിഫൈ ചെയ്ത പെട്രോളിനെ നേരെ കാർബറേറ്ററിലോട്ട് എത്തുന്നു. കാർബറേറ്ററിൽ വെച്ച് എയറും ഫ്യൂലും കൂടെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുന്നു. എന്ത് റേഷ്യോ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. റിച്ച് മിക്സ്ചറെന്നും ലീൻ മിക്സ്ചറെന്നും ഒക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ആ പർട്ടിക്കുലർ റേഷ്യോയിൽ എയറും ഫ്യൂലും കൂടെ മിക്സ് ആവുന്നു. ആ മിക്സ് ചെയ്യുന്ന ഡിവൈസാണ് കാർബറേറ്റർ. അപ്പോൾ അതിൽ നിന്ന് ആ എയർ ഫ്യൂൽ മിക്സ് തന്നെയാണ് എഞ്ചിൻ സിലിണ്ടറിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ ഇതാണ് പെട്രോൾ എഞ്ചിനിലെ ഫ്യൂൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡീസൽ എഞ്ചിൻ്റെ ഫ്യൂൽ സിസ്റ്റം നമുക്ക് നോക്കാം. ഡീസൽ എഞ്ചിൻ്റെ ഫ്യൂൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് തന്നെയാണ്. ഡീസൽ എഞ്ചിനിൽ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഫ്രഷ് എയർ ആണ് എത്തുന്നത്. പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സറാണ് എത്തുന്നത് എങ്കിൽ ഡീസൽ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഫ്രഷ് എയർ ആണ് സിലിണ്ടറിൻ്റെ അകത്തേക്ക് എത്തുന്നത്. ഇൻലെറ്റ് വാൾവ് വഴി ഫ്രഷ് എയർ ആണ് അകത്തോട്ട് കയറുന്നത്. അത് ആ ഫ്രഷ് എയറിനെ വളരെ ഹൈ പ്രഷറിലോട്ട് അതിനെ കംപ്രസ് ചെയ്യും. എന്നിട്ട് ഡീസലിനെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 2 ടൈപ്പ് ഉണ്ടെന്ന് പറയാം. ഫ്യൂൽ ഇഞ്ചക്ഷൻ, 2 types ഓഫ് ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. ഇത് 2 types ഓഫ് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. അതിൽ 2 കാറ്റഗറി ഉണ്ട്, 2 ടൈപ്പ് ഓഫ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. എയർ ഇഞ്ചക്ഷനും സോളിഡ് ഇഞ്ചക്ഷനും. ഇതിൽ എയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആ ടെക്നോളജി ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. കാരണം അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്
ഈ എയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഇവിടെ യൂസ് ചെയ്യാറേ ഇല്ല. ഈ ടെക്നോളജി എയർ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്രസ് വളരെ ഹൈ പ്രഷറിലോട്ടാണല്ലോ ഫ്രഷ് എയറിനെ കംപ്രസ് ചെയ്യുന്നത്. അങ്ങനെ ഹൈ പ്രഷറിൽ നിൽക്കുന്ന ഫ്രഷ് എയറിലേക്കാണ്, വളരെ ഹൈ പ്രഷറിൽ നിൽക്കുന്ന എയറിലേക്കാണ് നമ്മൾ ഡീസലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി വളരെ ഹൈ വെലോസിറ്റിയിൽ വേണം നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഹൈ വെലോസിറ്റി അല്ലെങ്കിൽ ഹൈ പ്രഷർ എങ്ങനെ അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എയർ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ആ ഡീസലിനെ എയറുമായിട്ട് മിക്സ് ചെയ്യും, കംപ്രസ്ഡ് എയറുമായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ കംപ്രസ്ഡ് എയറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും അതിന് വളരെ ഹൈ പ്രഷറാവും. അപ്പോൾ ആ ഹൈ പ്രഷറുള്ള കംപ്രസ്ഡ് എയറുമായിട്ട് മിക്സ് ചെയ്ത ഡീസലിനെയാണ് പിന്നെ എഞ്ചിൻ്റെ അകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു രീതിയാണ്, ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് എയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഡീസലിനെ ഹൈ കംപ്രസ്ഡ് എയറുമായിട്ട് മിക്സ് ചെയ്താണ് ഈ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് പണ്ടത്തെ കാലത്തുള്ള ടെക്നോളജിയാണ് ആ ഒരു രീതി. അപ്പോൾ അതിനുള്ള ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കംപ്രസർ എന്ന് പറയുന്ന ഒരു ഡിവൈസും കൂടെ ആ ഒരു വെഹിക്കിളിൽ വേണം. അപ്പോൾ ഈ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ വളരെ പവർ കൺസംഷൻ കൂടിയ ഒരു ഡിവൈസാണ്. ഒരുപാട് പവർ വേണ്ടി വരുന്ന, അത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് പവർ വേണ്ടി വരുന്ന ഒരു ഡിവൈസാണ് ഈ കംപ്രസർ എന്ന് പറയുന്നത്. ഈ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ട്, റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ഫ്രിഡ്ജിലൊക്കെ ഉണ്ട്. ആ ഫ്രിഡ്ജിൽ നമ്മൾ പവർ കൊടുക്കുന്ന, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ആ പവറിൽ 90% പവറും കൺസ്യൂം ചെയ്യുന്നത് കംപ്രസർ എന്ന് പറയുന്ന ഒറ്റ ഡിവൈസാണ്. നമുക്കറിയാം ഫ്രിഡ്ജ് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ഒരുപാട് കമ്പോണൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന ആ ഒരു ബൾബ് വരെ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കമ്പോണൻസായിട്ട് നോക്കിയാൽ പോലും അതിൽ 90% നമ്മൾ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 90% പവർ കൺസ്യൂം ചെയ്യുന്നത് അതിലുള്ള കംപ്രസർ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. നമ്മുടെ വീട്ടിലേക്ക് ഫ്രിഡ്ജിലുള്ള കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസാണ് നമ്മൾ കൊടുക്കുന്ന കറണ്ടിൻ്റെ 90% പവർ വലിച്ചെടുക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഹൈ എനർജി കിട്ടിയാൽ മാത്രമേ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസ് വർക്കാവത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു കംപ്രസർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ എയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു രീതി വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസൊക്കെ വെഹിക്കിൾ കൊണ്ടുവച്ചാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ മുഴുവനായിട്ടും ആ കംപ്രസർ തന്നെ അങ്ങ് എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു എയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ ഒരു ടെക്നോളജി ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ സോളിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതാണ് ആക്ച്വലി നമ്മൾ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചതും ഈ സോളിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ്. ഈ സോളിഡ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. ആ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന ഡിവൈസ് ഉപയോഗിച്ച് വളരെ ഹൈ വെലോസിറ്റിയിൽ ഡീസലിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഡീസലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ആ ഒരു മെത്തേഡാണ് സോളിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു രീതിയാണ് നമ്മൾ പഠിച്ചതും, ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചതും ആ ഒരു രീതി തന്നെയാണ്. അതിനെ സോളിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ എന്നും ആ ഒരു മെത്തേഡിനെ പറയും. അപ്പോൾ ഇതിൽ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. ഈ ഫ്യൂൽ ഇഞ്ചക്ടറിൽ ഹൈ വെലോസിറ്റിയിലാണ് ഫ്യൂലിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹൈ വെലോസിറ്റിയിൽ ഇഞ്ചക്ട് ചെയ്യണമെങ്കിൽ ഈ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് വളരെ ഹൈ പ്രഷറിൽ ഡീസൽ എത്തണം. വളരെ ഹൈ പ്രഷറിൽ വേണം ആ ഡീസൽ ഈ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഡിവൈസിൽ എത്തേണ്ടത്. ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന ഡിവൈസിൽ വെച്ച് ഈ ഹൈ പ്രഷറിനെ ഹൈ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്താണ് ആ ഡീസലിനെ ഹൈ വെലോസിറ്റിയിൽ ഈ കംപ്രസ് ചെയ്തിരിക്കുന്ന ഫ്രഷ് എയറിലോട്ട് അതിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വളരെ ഹൈ പ്രഷറിൽ വേണം ഡീസൽ ഈ ഫ്യൂൽ ഇഞ്ചക്ടറിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അങ്ങനെ വളരെ ഹൈ പ്രഷറിൽ ഡീസലിനെ ഫ്യൂൽ ഇഞ്ചക്ടറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഹൈ പ്രഷർ പമ്പ് ഈ ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൈ പ്രഷർ പമ്പിൻ്റെ ഇതും കൂടെ കാണിച്ചാണ് നമ്മൾ ഫ്യൂൽ സിസ്റ്റം പിന്നെ ഡീസൽ എഞ്ചിൻ നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ടുള്ളത്. ഇവിടെയും സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്. ആ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് നേരെ ഈ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിലേക്ക് ഫ്യൂൽ എത്തണം. അപ്പോൾ അതിന് വേണ്ടി കാരണം എന്നാൽ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിലേക്ക് ഈ ഡീസൽ എത്തിയാൽ മാത്രമേ അതിൽ വെച്ച് വളരെ ഹൈ പ്രഷറിലോട്ട് ഡീസലിനെ ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്തിട്ട് നേരെ ഫ്യൂൽ ഇഞ്ചക്ടറിലോട്ട് വിടാനൊക്കത്തുള്ളൂ. ഫ്യൂൽ ഇഞ്ചക്ടറിൽ വെച്ച് ഈ ഹൈ പ്രഷർ ഡീസലിനെ ഹൈ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എഞ്ചിൻ്റെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ സ്റ്റോറേജ് ടാങ്കിലുള്ള ഡീസൽ നേരെ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിലേക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ഫിൽറ്റർ എന്ന് പറയുന്ന ചെറിയൊരു കമ്പോണൻറ്റ് വെച്ചിട്ടുണ്ട്. ആ ഫിൽറ്റർ വഴി ലോ പ്രഷർ പമ്പിലേക്ക് എത്തുന്നു. ഈ ലോ പ്രഷർ പമ്പിലേക്ക്
ഫിൽറ്റർ വഴി എത്തിയിട്ട് ആ ലോ പ്രഷർ പമ്പിൽ വെച്ച് ഈ ഫ്യൂലിൻ്റെ പ്രഷർ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും അടുത്ത സെക്കൻഡ് സ്റ്റേജ് ഫിൽറ്ററിലേക്ക് കടത്തിവിടുന്നു. ചില വണ്ടിയിലൊന്നും സെക്കൻഡ് സ്റ്റേജ് ഫിൽറ്റർ കാണത്തില്ല. എന്നാലും ഇപ്പോഴത്തെ വണ്ടിയിലൊക്കെയാണ് ഈ സെക്കൻഡ് സ്റ്റേജ് ഫിൽറ്ററും കൂടെ കാണും. ആ ഡീസലിനെ കുറച്ചും കൂടെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ടെസ്റ്റ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെക്കൻഡ് സ്റ്റേജ് ഫിൽറ്ററും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോ പ്രഷർ പമ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജ് ഫിൽറ്ററിൽ കൂടെ കയറിയാണ് ഈ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിലേക്ക് എത്തുന്നത്. ഇവിടെ വച്ചിട്ടാണ് വളരെ ഹൈ പ്രഷറിലോട്ട് ആ ഫ്യൂലിനെ ഈ ഫ്യൂൽ ഇഞ്ചക്ടറിലോട്ട് എത്തിക്കുന്നത്. ഇവിടെ ലോ പ്രഷറും ഹൈ പ്രഷറും കൂടെ ഉണ്ടാവേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഫ്യൂൽ ടാങ്കിലുള്ള ഡീസലിനെ ഒറ്റയടിക്ക് ഹൈ പ്രഷറിലോട്ട് അതിനെ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോ പ്രഷർ പമ്പ് കൂടെ ആദ്യമേ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ലോ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ആദ്യമേ അതിനെ കുറച്ചൊന്ന് പ്രഷർ കൂട്ടും. ആ ഡീസലിന് കുറച്ചൊന്ന് പ്രഷർ കൂട്ടിയിട്ടായിരിക്കും ഈ ഹൈ പ്രഷർ പമ്പിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പ്രഷർ പിന്നെയും കൂട്ടും. ഈ ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് പിന്നെയും അതിൻ്റെ പ്രഷർ കൂട്ടും. അപ്പം ഒറ്റയടിക്ക് ഹൈ പ്രഷറിലോട്ട് ഡീസലിനെ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ കംപ്രസ് ചെയ്യണമെങ്കിൽ ഒരുപാട് പവർ വേണ്ടി വരും. അപ്പോൾ അതൊന്ന് സേവ് ചെയ്യാൻ വേണ്ടിയാണ് 2 സ്റ്റേജിലായിട്ട് ഈ പ്രഷർ ഫ്യൂൽ പമ്പ് വെച്ചിട്ടുള്ളത്. ആദ്യം അതിൻ്റെ പ്രഷർ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത പ്രഷറിലുള്ള ഡീസലിനെയാണ് ഈ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിലേക്ക് എത്തിക്കുന്നത്. അതുപയോഗിച്ച് വീണ്ടും വളരെ ഹൈ പ്രഷറിലോട്ട് ഡീസലിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പം ആ ഹൈ പ്രഷറിലോട്ട് ഡീസലിനെ പമ്പ് ചെയ്തിട്ട് നേരെ ഫ്യൂൽ ഇഞ്ചക്ടറിലോട്ട് എത്തുന്നു. ഇവിടെ വെച്ച് ഈ ഹൈ പ്രഷർ ഡീസലിനെ ഹൈ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ എഞ്ചിൻ്റെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഫ്യൂൽ സിസ്റ്റം ഇൻ എ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂൽ സിസ്റ്റം ഇൻ എ ഡീസൽ എഞ്ചിനിൽ ഇത്രയും കമ്പോണൻസ് ഉണ്ട്. 2 സ്റ്റേജ് ഫിൽറ്ററുണ്ട്, ഒരു ലോ പ്രഷർ പമ്പുണ്ട്, ഒരു ഹൈ പ്രഷർ ഫ്യൂൽ പമ്പുണ്ട്. ഇതിൽ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ്. ഹൈ പ്രഷർ ഫ്യൂൽ പമ്പും ഉണ്ട്, പിന്നെ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന മെയിനായിട്ടുള്ളൊരു പാർട്ടും ഉണ്ട്. അപ്പം ഇത്രയും കമ്പോണൻസ് ആണ് ഈ ഫ്യൂൽ സിസ്റ്റം ഇൻ എ ഡീസൽ എഞ്ചിനിൽ ഉള്ളത്. ഇതിൽ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ഫിഗർ നിങ്ങളൊന്ന് കാണുക. ഈ കാണുന്നതാണ് ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഇത് പല ഷേപ്പിലും ഡിസൈനിലൊക്കെ നമുക്ക് കിട്ടും. ഓരോ കമ്പനീസ് ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്യൂൽ സിസ്റ്റം എന്ന് പറയുന്നത്. അത് പെട്രോൾ എഞ്ചിനുണ്ട്, ഡീസൽ എഞ്ചിനുണ്ട്. ഇത് 10 മാർക്സിന് ചോദിക്കത്തില്ല, പക്ഷേ ഒരു 4 or 5 മാർക്സിനായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഈ ഒരു ഫിഗർ വരച്ച് കാര്യമായിട്ട് സിമ്പിൾ സെൻറ്റൻസിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കാം. ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കാര്യമായിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. താങ്ക് യു.